ഹലോ, ഞാൻ റിജോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ സേസ് ഇറ്റ് മാനുവൽ 2025 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആരുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്ന CSET പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 2 വേൾഡ് ജോഗ്രഫിയിലെ ടോപ്പിക്സാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ വീഡിയോനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മളിപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് ഓഫ് ദ വേൾഡ് ടേബിൾ 2.8 ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് ഓഫ് ദ വേൾഡ് എന്നുള്ള നമ്മൾ 2 പ്രാവശ്യം വീഡിയോ ചെയ്തിരുന്നു. ഫസ്റ്റ് ടൈം നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ ക്യാമറ ക്ലാരിറ്റി പോയി ലാസ്റ്റ് ഭാഗത്ത്. ആ വീഡിയോ നമ്മൾ ആദ്യം അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ അത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തു. അത് ഒരുപാട് നമുക്ക് ടൈം ചെയ്യാൻ പറ്റില്ല. ഒരു 1.5 മണിക്കൂറൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ മൈക്ക് ഓഫായിപ്പോയി. അതുകൊണ്ട് ആ വീഡിയോയും ചെറിയൊരു വീഡിയോ തന്നെയാണ്. നമ്മൾ ആ വീഡിയോ ദ എക്സ്ട്രാ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ദ പേഴ്സൺ സേസ് ഇറ്റ് മാനുവൽ 2025 എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ടോപ്പിക്ക് നമ്മൾ 3ാമത്തെ പ്രാവശ്യമാണ് എടുക്കുന്നത്. ഇത് സാധാരണ നമ്മുടെ വീഡിയോ ആണ്. ദ പേഴ്സൺ സേസ് ഇറ്റ് മാനുവൽ 2025 എന്നുള്ള വീഡിയോ എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനൊന്ന് പറഞ്ഞെന്നുള്ളൂ. കാരണം ഈ സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞ വീഡിയോ ദ എക്സ്ട്രാ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ദ പേഴ്സൺ സേസ് ഇറ്റ് മാനുവൽ സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ ടോപ്പിക്ക് തന്നെയാണ് നമ്മൾ ആ വീഡിയോയിലും ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ എന്തായാലും ആ സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യണം. ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് ഓഫ് ദ വേൾഡ് എന്നുള്ള ടോപ്പിക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ അത്രേ ഉള്ളൂ. അതിന് വേണ്ടിയാണ് പറയുന്നത്. പിന്നെ മൈക്ക് നമ്മുടെ ഓൾഡാണ്, അതുകൊണ്ട് തന്നെ ഓഫായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സൗണ്ടൊക്കെ ഇല്ലെങ്കിൽ ദയവേത് ക്ഷമിക്കണം എന്നും കൂടി പ്രത്യേകം പറയാണ്. അപ്പം നമുക്ക് നോക്കാം. CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 2 വേൾഡ് വേൾഡ് ജോഗ്രഫിയിലെ ടോപ്പിക്സ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓഷ്യാനിയ ഒക്കെ പറഞ്ഞിരുന്നു. ഓഷ്യാനിക്ക് മുന്നേ ലാറ്റിൻ അമേരിക്കൻ നാഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. വീഡിയോ ഒക്കെ വാച്ച് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ നമുക്ക് ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് ഓഫ് ദ വേൾഡ് നോക്കാം. ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് ഓഫ് ദ വേൾഡ് ടേബിൾ 2.8 ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് ഓഫ് ദ വേൾഡ്. സിറ്റി, ലൊക്കേഷൻ, ഇമ്പോർട്ടൻസ്. ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് ഓഫ് ദ വേൾഡ് ടേബിൾ 2.8 ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് ഓഫ് ദ വേൾഡ്. ടേബിൾ 2.8 ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് ഓഫ് ദ വേൾഡ്. സിറ്റി, ലൊക്കേഷൻ, ഇമ്പോർട്ടൻസ്. എബഡാൻ, ഇറാൻ. വേൾഡ്സ് ബിഗ്ഗസ്റ്റ് ഓയിൽ റിഫൈനറി. എയ്ഡലൈഡ്, സൗത്ത് ഓസ്ട്രേലിയ. ടാനിങ് ആൻഡ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ്. എബർഡീൻ, ഇംഗ്ലണ്ട്. ഇൻഡസ്ട്രിയൽ സിറ്റി, സീപോർട്ട്, ഫേമസ് ആസ് ദ ഗ്രാനൈറ്റ് സിറ്റി. അൽ അസ്നം, അൾജീരിയ. വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് എർത്തിക്വേക്ക് വെൻ 80% സിറ്റി വാസ് ഡിസ്ട്രോയിഡ്. അലക്സാൻഡ്രിയ, ഈജിപ്ത്. സീപോർട്ട്, സിറ്റി ഫൗണ്ടഡ് ബൈ അലക്സാണ്ടർ ദ ഗ്രേറ്റ്. ആംഗ്കോർ വാറ്റ്, കംപൂച്ചിയ. എ റൂൾഡ് സിറ്റി വിത്ത് സ്പെസിമെൻസ് ഓഫ് ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചർ ആൻഡ് എ ഹിന്ദു കോംപ്ലക്സ് ഡിവോട്ടഡ് ടു ലോർഡ് വിഷ്ണു. ആൻറ്റ്വർപ്പ്, ബെൽജിയം. സീപോർട്ട്, ഡയമണ്ട് കട്ടിംഗ്, ഷിപ്പ് ബിൽഡിംഗ്, ഓയിൽ ആൻഡ് ഷുഗർ. ആർമെറോ, കൊളംബിയ ഓൾസോ കോൾഡ് Wild City of Colombia. More than 20,000 people killed in volcanic eruption. Aswan, Egypt. A tourist resort, world's biggest dam. Aswan Dam, 13 km. Auckland, New Zealand. Largest city of New Zealand, seaport. Babylon, Baghdad, Iraq. Ancient center of art, science and culture. Remains of biblical tower, hanging gardens found here. Baikonur, Russia. Leader Rakesh Sharma was launched into space from this town. Baku, Russia. Oil-rich city on the Caspian Sea. Bandung, Indonesia. First summit of Afro-Asian countries was held here in 1955. Bangkok, Thailand. Known as
Venice of the East, largest city in Thailand and its capital. Barcelona, Barcelona, Spain. Chief port and a commercial center, venue of the 1992 Olympics. Balance Bagon, important cities of the world, Balance Bagon. City location, importance. Barnacas, Mexico. World's first urban settlement to be exclusively powered by solar energy. Basra, Iraq. Principal port situated on the bank of the river Shat el Arab near the Persian Gulf. Belize, Central America. Formerly the British Honduras became independent on 21st September 1981. 156th member of the UN. Benghazi, Libya. Chief town and port on the Gulf of Sidra in Mediterranean Sea. Bergen, Norway, biggest city of Norway and a seaport. Bethlehem, Israel, birthplace of Jesus Christ. Buenos Aires, Argentina, largest city in the southern hemisphere, famous for dairy products. Cape Kennedy, USA, missile launching center and head office of NASA, named after John F. Kennedy. Capital, Washington, US Senate, Chicago, USA. Important trading city, meat packing is the chief industry. Cologne, Germany. Industrial center, EAUD Cologne is after its name. Industrial center, EAUD Cologne is after its name. Detroit, USA, home of biggest car manufacturing company, Ford Motor. Diego Garcia, Indian Ocean, an important American military base in the Indian Ocean. Dover, England, seaport on the Strait of Dover. England is seaport on the Strait of Dover. Dunkirk, France, a French port on the English Channel near the Belgian border. Durban, South Africa, associated with the political activities of Gandhi. Edinburgh, Scotland, important educational center. Elba, Mediterranean Sea, and Iceland in the Mediterranean, where Napoleon was exiled in 1814 to 1815. And NB, Africa, commercial center. Epsom, London, famous race course. Eisen, Germany, coal mining, iron and steel industries. Geneva, Switzerland, European headquarters of the UN, former seat of the League of Nations, capital town. Genoa, Italy, seaport in Mediterranean Sea. Gettysburg, USA. Historical town, site of the American Civil War. Gibraltar, Spain, a famous British colony. Glasgow, Scotland, biggest shipbuilding center, seaport. Göteborg, Sweden, seaport on Gotha River connected to the Baltic Sea by a canal. Greenwich, London. Observatory, the time in all countries is calculated on the basis of Greenwich Mean Time. Hague, the Netherlands, seat of UN International Court of Justice. Haifa, Israel, chief seaport. Hamburg, Germany, chief seaport. Harappa, Pakistan, ruins of ancient India, site of the Industry Valley Civilization. Havana, Cuba, cigar manufacturing, also capital town. Havana, Cuba, cigar manufacturing, also capital town. In balance on important cities of the world, city location importance. Heart,
Afghanistan, ancient trade center, carpet and silk products manufacturing. Heart, Afghanistan, ancient trade center, carpet and silk products manufacturing. Hiroshima, Japan, industrial town was known as Venice of Japan. Ruined by the first atom bomb dropped by USA in the Second World War on 6 August 1945. Also a seaport for Hollywood, USA, American film industry. Hollywood, USA, American film industry. Honolulu, Hawaii Islands, tourist resort capital city. Istanbul, Turkey, seaport formerly called Constantinople. Seaport formerly called Constantinople. Jeddah, Saudi Arabia, chief seaport on Red Sea, ancient city. Jerusalem, Israel. Jesus Christ was crucified here, also called Holy City. Johannesburg, South Africa, gold mines. Kandahar, Australia, gold mines. Kandy, Sri Lanka, Temple of Tooth, Buddha's Tooth. Kandy, Sri Lanka, Temple of Tooth, Buddha's Tooth. Kansas, USA, Chief Livestock Trading Center. Karachi, Pakistan, Chief Seaport. Karachi, Pakistan, Chief Seaport. Kew Gardens, London, Botanical Gardens. Kimberley, South Africa, diamond mining. Kimberley, South Africa, diamond mining. Kimberley, South Africa, diamond mining. Kirkuk, Iraq, oil fields. Leipzig, Germany, industrial town. Leningrad, Russia. Seaport, second largest city of Russia. In World War II, it was sagged by Germany, also an industrial town. Liverpool, UK. Seaport, exporter of milk. London, UK. Third most populous cities of the world, seaport capital city. Lopnor, China. Site of the Chinese nuclear test explosion. Los Angeles, USA. Largest city of USA. Center of American film industry. Hollywood. Los Angeles, USA. Largest city of USA. Center of American film industry. Hollywood. Manchester, UK. Cotton industry. Mecca, Saudi Arabia. Place of pilgrimage for Muslims. Birthplace of Prophet Muhammad II, capital city. Place of pilgrimage for Muslims. Birthplace of Prophet Muhammad II, capital city. Medina, Saudi Arabia. Place of pilgrimage for Muslims. Tomb of Prophet Muhammad. Melbourne, Australia. Second largest city in Australia. Producer of woolen and leather goods and furniture. Capital of Victoria Province. Miami Beach, USA. Center for many world beauty contests. Milan, Italy. Second largest city of Italy. Mohenjo-daro, Pakistan. Historical site of Indus Valley Civilization. Montreal, Canada. Large trading center. Montreal, Canada. Large trading center. Moscow, Russia. Largest city of Russia and its capital. Munich, Germany. Beer manufacture, venue of 1972 Olympics. Munich, Germany. Beer manufacturer, venue of 1972 Olympics. Beer manufacturer, venue of 1972 Olympics. Muri, Pakistan. Chief hill station. Nagasaki, Japan. An atom bomb was dropped here on 9 August 1945.
During the Second World War seaport. Nagasaki, Japan. An atom bomb was dropped here on 9 August 1945 during the Second World War seaport. Balance Bandhan city location importance. Nazareth, Israel, holy place of Christians associated with the life of Christ. New Orleans, USA, cotton market. New York, USA, a leading commercial and financial center of the world, located on the Hudson River, houses the second largest building of the world Empire State Building, has the Statue of Library. Liberty. A leading commercial and financial center of the world, located on the Hudson River, houses the second largest building of the world Empire State Building, has the Statue of Liberty. New York, USA, leading commercial and financial center of the world, located on the Hudson River, houses the second largest building of the world Empire State Building, has the Statue of Liberty. Olympia, Greece, birthplace of Olympic Games. Pisa, Italy. Leaning Tower, which is one of the wonders of the world. Quebec City, Canada. Seaport, Quebec City, Canada Seaport. Kyoto, Pakistan. Hill station commands the entrance to the Bolan Passes. Hill station commands the entrance to the Bolan Passes. Rome, Italy, center of Roman civilization and culture. Historical buildings. Capital city. Rotterdam, the Netherlands. Shipbuilding, iron and steel industries, tobacco. Shipbuilding, iron and steel industries, tobacco. San Francisco, USA. Seaport Industrial Center, packing automobiles. Sao Paulo, Brazil. Second largest city of Brazil. Coffee growing. Shanghai, China. Largest and most populous city of China. Shat al Arab, Iran-Iraq border. One of the world's ancient waterways. Witnessed early human settlements. One of the world's ancient waterways witnessed early human settlements. One of the world's ancient waterways witnessed early human settlements. St. Helena, British Island in South Atlantic. Napoleon was exiled here when he lost the Battle of Waterloo in 1815. Standard on Avon, England, birthplace of William Shakespeare. Sudbury, Canada, world's biggest source of nickel. Tashkent, Uzbekistan, venue of talks between Prime Minister Lal Bahadur Shastri and President Ayub Khan on Indo-Pak problem. Tokyo, Japan, world's second most populous city, capital city. Toronto, Canada, largest city of Canada. Ulster, Ireland, where struggle between Catholic and Protestant Christians took place. Ulster, Ireland, where struggle between Catholic and Protestant Christians took place. Vancouver, British Columbia, Canada, seaport. Vatican City, Italy, the residence of the Pope, smallest independent state in the world with an area of 0.44 km square and a population of 1,000 people.
The residence of the Pope, smallest independent state in the world within an area of 0.44 km square and a population of 1,000 people. Washington D.C., USA. White House, official residence of the President. D.C. denotes District Columbia. Waterloo, Belgium. Battle of Waterloo was fought here between the British and her allies and the French forces, in which Napoleon was defeated in 1815. Wimbledon, Wimbledon, London, famous for its tennis tournaments. Yellowstone, USA. Oldest and largest national park has about 3,000 geysers and hot springs national park. Zanzibar, Tanzania. Tanzania produces clouds. Zurich capital cities are not included here. Switzerland, University of Switzerland. Zurich, Switzerland, University of Switzerland. Capital cities are not included here. ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് ഓഫ് ദ വേൾഡ് നമ്മൾ പറഞ്ഞത് നല്ലപോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. നമ്മളെ സ്പോട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യ രീതിയിലുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. അതുകൊണ്ട് ദയവേത് ക്ഷമിക്കുക, ദയവേത് അഡ്ജസ്റ്റ് ചെയ്യുക. അത് ഇത്രയും വരെ നമ്മൾ പറഞ്ഞത് നമ്മൾ ബേസ് ചെയ്തിട്ട് പറഞ്ഞേക്കുന്നതാണ്. അപ്പോൾ ദയവേത് മനസ്സിലാക്കുക. ഇനി പുതിയ ടോപ്പിക്കാണ് പറയാനുള്ളത്. ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് സിറ്റുവേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് റിവേഴ്സ്. Chapter 2.9 Important cities situated on the banks of rivers. City, country, river. Akyab, Myanmar, Burma. Caledon, Antwerp, Belgium. Skildet, Baghdad, Iraq, Tigris. Bangkok, Thailand. Cheo Phraya. Basra, Iraq, Shatel Arab, Belgrade, Serbia, Danube, Berlin, Germany, Spree, Bonn, Germany, Rhine, Bristol, England, Avon, Brussels, Belgium, Seine. Budapest, Hungary, Danube. Cairo, Egypt, Nile. Canton, China, Fujian. Chittagong, Bangladesh, Karnafuli. Chungking, China, Yaxi-Qiang. Cologne, Germany, Rhine. Gdansk, Poland, Vistula. Dresden, Germany, Elbe. Dundee, Scotland, Tay. Glasgow, Scotland, Clyde. Hamburg, Germany, Elbe. Hull, England, Hamburg. Kabul, Afghanistan, Kabul. Imbalance and city, country, river. Khartoum, Sudan, Nile. Lahore, Pakistan, Rav. Lisbon, Portugal, Tagus. Liverpool, England, Mersey. Liverpool, England, Mersey. London, England,
Thames. ലണ്ടൻ ഇംഗ്ലണ്ട് തേംസ്. മോൺട്രിയൽ കാനഡ സെന്റ് ലോറൻസ്. മോൾമെയിൻ മ്യാൻമർ സാൽവീൻ. മോൾമെയിൻ മ്യാൻമർ സാൽവീൻ. നാങ്കിങ് ചൈന. യാങ്സി ഗിയാങ്. ന്യൂ കാസ്റ്റിൽ ഇംഗ്ലണ്ട് ടൈനി. ന്യൂ ഓർലൻസ് യു എസ് എ മിസിസിപ്പി. ന്യൂയോർക്ക് USA. ഹ്യൂഡ്സൺ ഒറ്റാവ കാനഡ. പാരീസ് ഫ്രാൻസ്. സെയ്നി. ഫിലാഡൽഫിയ USA. ഡെലവെയർ. പ്രേഗ്യു പ്രാഹ. ക്യൂബക് കാനഡ സെന്റ് ലോറൻസ്. റോം ഇറ്റലി ടിബർ. റോട്ടർഡാം ദ നെതർലൻഡ്സ്. ന്യൂ മാസസ്. ഷാൻഗായി ചൈന. യാങ്സി ഗിയാങ്. യാഡ്സി ഗിയാങ്. വിയന്ന ഓസ്ട്രേലിയ ഡാന്യൂബ്. വാർസോ പോളണ്ട് വിസ്റ്റുല. വാഷിംഗ്ടൺ DC USA. പോട്ടോമാക്. യാൻഗോൺ മ്യാൻമർ ഇറാവൈഡി. ടേബിൾ 2.9 ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് സിറ്റുവേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് റിവേഴ്സ് നമ്മൾ പറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് ഈ ടോപ്പിക്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. അത് നല്ലപോലെ തന്നെ വന്നിട്ടുണ്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ ദയവേത് ക്ഷമിക്കണം. ചെറിയ വേർഡ്സ് ആണെങ്കിൽ പോലും നമ്മൾ തെറ്റിപ്പോവാറുണ്ട്. ഇതിൽ ഇത്തിരി വെറൈറ്റി ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് സംസാരിക്കുന്നത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ദയവേത് ക്ഷമിക്കുക. അതുപോലെ തന്നെ ദയവേത് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് ചേഞ്ച്ഡ് നെയിംസ് ഓഫ് സം സിറ്റീസ് സ്റ്റേറ്റ്സ് ആൻഡ് കൺട്രീസ്. അടുത്തത് ചേഞ്ച്ഡ് നെയിംസ് ഓഫ് സം സിറ്റീസ് സ്റ്റേറ്റ്സ് ആൻഡ് കൺട്രീസ്. ടേബിൾ 2.10 ചേഞ്ച്ഡ് നെയിംസ് ഓഫ് സം സിറ്റീസ് സ്റ്റേറ്റ്സ് ആൻഡ് കൺട്രീസ്. ചേഞ്ച്ഡ് നെയിംസ് ഓഫ് സം സിറ്റീസ് സ്റ്റേറ്റ്സ് ആൻഡ് കൺട്രീസ്. ഓൾഡ് നെയിം, ന്യൂ നെയിം. എബൈസീനിയ എത്യോപ്യ. ക്രിസ്റ്റീന ഓസ്ലോ. ആങ്കര കോങ്കോ. സെയർ. ബാസ്റ്റുലാൻഡ് ലെസൊതോ. കോൺസ്റ്റന്റിനോപ്പോൾ. ഇഷ്ടാൻബൾ. ബാറ്റാവിയ ഇന്തോനേഷ്യ. ധാക്ക. ബീച്ച അനലാൻഡ്. ബോട്സ്വാന. ബ്രിട്ടീഷ് ഗുയാന. ബർമ്മ മ്യാൻമർ. കേപ്പ് കാനവെറൽ. കേപ്പ് കാനവെറൽ.
കേപ്പ് കാനവെറൽ, കേപ്പ് കെന്നഡി, കേപ്പ് കാനവെറൽ, കേപ്പ് കെന്നഡി, സീലോൺ ശ്രീലങ്ക, സീലോൺ ശ്രീലങ്ക. ഇനി ബാലൻസ് ഭാഗമാണ് ഓൾ ടൈം ന്യൂ നെയിം. ക്രിസ്റ്റീന ഓസ്ലോ, ക്രിസ്റ്റീന ഓസ്ലോ, കോങ്കോ സെയ്റി, കോങ്കോ സെയ്റി, കോൺസ്റ്റന്റിനോപ്പിൾ, ഇസ്താൻബുൾ, കോൺസ്റ്റന്റിനോപ്പിൾ, ഇസ്താൻബുൾ, ധാക്ക, 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 ഡാഹോമൈ, ഡാഹോമൈ, ബെനിൻ, ഡാഹോമൈ, ബെനിൻ, ഡച്ച് ഈസ്റ്റ് ഇൻഡീസ്, ഇന്തോനേഷ്യ, ഡച്ച് ഗുയാന, സുറിനാം, സുറിനാം, ഗ്രീൻലാൻഡ്, കാലാലിറ്റ്, ന്യൂനാറ്റ്, ഗ്രീൻലാൻഡ്, കാലാലിറ്റ്, ന്യൂനാറ്റ്, ഈസ്റ്റ് ടിമോർ, ലോറോസെ, ഈസ്റ്റ് ടിമോർ, ഈസ്റ്റ് ടിമോർ, ലോറോസെ, ഈസ്റ്റ് ടിമോർ, ലോറോസെ. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ ടോപ്പിക്ക് ടേബിൾ 2.10 ചേഞ്ച് നെയിംസ് ഓഫ് സം സിറ്റി, സ്റ്റേറ്റ്സ് ആൻഡ് കൺട്രീസ് ആണ്. നമ്മൾ പറഞ്ഞതിൽ കാര്യമായിട്ടുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ദയവേത് ക്ഷമിക്കണം, പ്രത്യേകം പറയണം. ഇനി ബാലൻസ് ഭാഗം നോക്കാം. ബാലൻസ് ഭാഗമാണ് ഓൾഡ് നെയിം ന്യൂ നെയിം. എലിസ് ഐസ്ലാൻഡ്സ്, ടുവാലു, എലിസ് ഐസ്ലാൻഡ്സ്, ടുവാലു, ഫോർമോസ ടൈവാൻ, ഫോർമോസ ടൈവാൻ, ഫോർമോസ ടൈവാൻ, ഫോർമോസ ടൈവാൻ, ഗോൾഡ് കോസ്റ്റ് ഗ്യാന, ഗോൾഡ് കോസ്റ്റ് ഗ്യാന, ഹോളണ്ട് നെതർലൻഡ്സ്, ഹോളണ്ട് നെതർലൻഡ്സ്, കംബോഡിയ, 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 ലിയോപോൾഡ് വിലൈ, ലിയോപോൾഡ് വിലൈ, കിൻഷാസ, കിൻഷാസ, മഡഗാസ്കർ, മലഗൈസി, മഡഗാസ്കർ, മലഗൈസി, മലയ, മലേഷ്യ, മലയ, മലേഷ്യ, മാൻകുവ, മാൻകോക്യുവോ, മാൻഗോക്യുവോ, മാൻക്യൂറിയ, മാൻകുവോക്യുവോ, മാൻക്യൂറിയ, മാൻകുവോക്യുവോ, മാൻക്യൂറിയ, മാൻകുവോക്യുവോ, മാൻക്യൂറിയ, മെസപ്പൊട്ടോമിയ, ഇറാഖ്, മെസപ്പൊട്ടോമിയ, ഇറാഖ്, ന്യൂ ഹെബ്രിഡൈസ്, ന്യൂ ഹെബ്രിഡസ്, വാനുവാട്ടു, ന്യൂ ഹെബ്രിഡൈസ്, ന്യൂ ഹെബ്രിഡസ്, വാനുവാട്ടു, വാനുവാട്ടു, നിപ്പോൺ, ജപ്പാൻ, നിപ്പോൺ, ജപ്പാൻ, നോർത്തേൺ റൊഡേഷ്യ, സാംബിയ, നോർത്തേൺ റൊഡേഷ്യ, സാംബിയ, നൈസ്ലാൻഡ്, മലാവി, നൈസ്ലാൻഡ്, മലാവി, നൈസ്ലാൻഡ്, മലാവി. ഓൾഡ് നെയിം ന്യൂ നെയിം. പെക്കിംഗ്, ബെയ്ജിംഗ്, പെക്കിംഗ്, ബെയ്ജിംഗ്, പേർഷ്യ, ഇറാൻ, പേർഷ്യ, ഇറാൻ, പെട്രോഗ്രാഡ്, ലെനിൻഗ്രാഡ്, പെട്രോഗ്രാഡ്, ലെനിൻഗ്രാഡ്, റാങ്കൂൺ, ടാങ്കൂൺ, റാങ്കൂൺ, ടാങ്കൂൺ, റൊഡേഷ്യ, സിംബാബ്വെ, റൊഡേഷ്യ, സിംബാബ്വെ, സൈഗോൺ, ഹോക്കി മിൻഹ് സിറ്റി, സൈഗോൺ, ഹോക്കി മിൻഹ് സിറ്റി, സലിസ്ബറി, ഹെറാറൈ, സലിസ്ബറി, ഹെറാറൈ, സാൻവിക്ക് വാൻസ്, സാൻവിക്ക് വാൻസ്, ഹവായിയൻ ഐസ്ലാൻഡ്സ്, സാൻവിക്ക് വാൻസ്, ഹവാവിയൻ ഐസ്ലാൻഡ്സ്, സിയാം, തായ്ലൻഡ്, സിയാം, തായ്ലൻഡ്, സൗത്ത് വെസ്റ്റ് ആഫ്രിക്ക, നമീബിയ, നമീബിയ, സ്പാനിഷ് ഗ്വിനിയ, ഇക്വട്ടോറിയൽ ഗ്വിനിയ, സ്പാനിഷ് ഗ്വിനിയ, ഇക്വട്ടോറിയൽ ഗ്വിനിയ, സ്റ്റാലിൻഗ്രാഡ്, സ്റ്റാലിൻഗ്രാഡ്, വോൾഗോഗ്രാഡ്, സ്റ്റാലിൻഗ്രാഡ്, വോൾഗോഗ്രാഡ്, ടാൻഗാനിക്ക ആൻഡ് സാൻസിബാർ, ടാൻസാനിയ, ടാൻഗാനിക്ക ആൻഡ് സാൻസിബാർ, ടാൻസാനിയ, ടാൻഗാനിക്ക ആൻഡ് സാൻസിബാർ, ടാൻസാനിയ. അപ്പർ വോൾട്ട, ബ്യൂറിക്കിന ഫാസോ ഓർ ബ്യൂറിക്കിന ഫെയ്സോ, അപ്പർ വോൾട്ട, ബ്യൂറിക്കിന
ഫെയ്സോ ഓർ ബ്യൂറിക്കിന ഫെയ്സോ. ഇപ്പം ഈ ടേബിൾ നമ്മൾ പറഞ്ഞതിൽ നല്ലപോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ദയവേത് ക്ഷമിക്കണം എന്ന് പറയാനേ നമുക്ക് ആവുള്ളൂ. നമ്മൾ പറയാൻ ശ്രമിക്കുന്നുണ്ട് നല്ല രീതിയിൽ, പക്ഷെ എന്നാലും പറ്റുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേക തരത്തിലുള്ള വേർഡ്സ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം, എന്നെക്കൊണ്ട് കാരണം പറ്റുന്നില്ല പറയാൻ. ദയവേത് അഡ്ജസ്റ്റ് ചെയ്യാൻ. നമുക്ക് പുതിയ ടോപ്പിക്ക് നോക്കാം. ഇനി പുതിയ ടോപ്പിക്കാണ് പറയണത്. ഡിസ്റ്റിങ്ക്റ്റീവ് നെയിംസ് ഓഫ് കൺട്രീസ്, ടൗൺസ്, ജോഗ്രഫിക്കൽ epithets. Distinctive names of countries, towns, geographical epithets. Table 2.11 Geographical epithets. Table 2.11 Geographical epithets. Epithet country. Epithet country. Britain of the South, New Zealand. The battlefield of Europe, Belgium. City of Golden Gate, San Francisco. City of Magnificent, Washington DC. City of Popes, Rome. City of Popes, Rome. City of Seven Hills, Rome. City of Seven Hills, Rome. City of Skyscrapers, New York. City of Skyscrapers, New York. Cockpit of Europe, Belgium. Cockpit of Europe, Belgium. Diary of Northern Europe, Denmark. Emeralds Island, Ireland. Emeralds Island, Ireland. Ember City, New York. Island of Pearls, Bahrain. The Isle of Spring, Jamaica. Key to the Mediterranean, Gibraltar. Eternal City, Rome. Forbidden City, Lhasa, Tibet. Forbidden City, Lhasa, Tibet. Forbidden City, Lhasa, Tibet. Garden of England, Kent, England. Garden of England, Kent, England. Gate of Tears, Bab el Mandab. Gate of Tears, Bab el Mandab. Granite City, Aberdeen, Scotland. Granite City, Aberdeen, Scotland. Epithet country. The Sea of Mountains, British Columbia. The Sea of Mountains, British Columbia. Shore of China, River Havanho, China. Land of Cakes or Oat Cakes, Scotland. Land of the Golden Pagoda, Myanmar. Burma, distances. Land of the Hummingbird, Australia. Land of Kangaroos, Australia. Land of Lilies, Canada. Land of the Midnight Sun, Norway. Playground of Europe, Switzerland. The mother colony of the West Indies, Set Kitts. The mother colony of the West Indies, Set Kitts. The mother colony of the West Indies, Set Kitts. Pearl of the Pacific, Guayaquil Port, Ecuador. Pearl of the Pacific, Guayaquil Port, Ecuador. Powder Cage of Europe, Balkans. Powder Cage of Europe, Balkans. The Promised Land, Canaan. Quaker City, Philadelphia. Queen of the Arabian Sea, Kyog, India. Queen of the Arabian Sea, Kyog, India. World's Breadbasket, Prairies of North America. World's Breadbasket, Prairies of North America. Mother-in-law of Europe, Denmark. Neverland, Prairies, North Australia. Neverland, Prairies, North Australia. Neverland, Prairies, North Australia. The Spice Island of the West, Grenada. The Spice Island of the West, Grenada. അപ്പോൾ ഒരിക്കൽ കൂടി പറയണം, നല്ലപോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ടേബിൾ 2.11 ജോഗ്രഫിക്കൽ എപ്പിതെറ്റ്സിൽ. ദയവേത് ക്ഷമിക്കാം.
ഇനി ടേബിൾ 2.11 ജോഗ്രഫിക്കൽ എപ്പിതറ്റ്സിൻ്റെ ബാലൻസ് ഭാഗം നോക്കാം. എപ്പിതറ്റ് കൺട്രി: ഗ്രേറ്റ് വൈറ്റ് വേ, ബ്രോഡ്വേ, ന്യൂയോർക്ക്. ഗ്രേറ്റ് വൈറ്റ് വേ, ബ്രോഡ്വേ, ന്യൂയോർക്ക്. ഗിഫ്റ്റ് ഓഫ് ദ നൈൽ, ഈജിപ്ത്. ഗിബ്രൽട്ടർ ഓഫ് ദ ഇന്ത്യൻ ഓഷ്യൻ, എയ്ഡൻ. ഗിബ്രാൽട്ടർ ഓഫ് ദ ഇന്ത്യൻ ഓഷ്യൻ, എയ്ഡൻ. ഹെറിംഗ് പോണ്ട്, അറ്റ്ലാന്റിക് ഓഷ്യൻ. ഹെറിംഗ് പോണ്ട്, അറ്റ്ലാന്റിക് ഓഷ്യൻ. ഹെർമിറ്റ് കിങ്ഡം, കൊറിയ. ഹെർമിറ്റ് കിങ്ഡം, കൊറിയ. ഹെർമിറ്റ് കിങ്ഡം, കൊറിയ. ഹോളി ലാൻഡ്, പാലസ്റ്റീൻ. ഹോളി ലാൻഡ്, പാലസ്റ്റീൻ. ഐസ്ലാൻഡ് ഓഫ് ക്ലൗസ്, മഡഗാസ്കർ. റിച്ച് പോർട്ട്, പ്യൂർട്ടോ റിക്കോ. റിച്ച് പോർട്ട്, പ്യൂർട്ടോ റിക്കോ. റൂഫ് ഓഫ് ദ വേൾഡ്, പാമിർ, ടിബറ്റ്. റൂഫ് ഓഫ് ദ വേൾഡ്, പാമിർ, ടിബറ്റ്. ഇനി എപ്പിതറ്റ് കൺട്രി: പില്ലേഴ്സ് ഓഫ് ഹെർക്കുലിസ്, സ്ട്രെയ്റ്റ്സ് ഓഫ് ഗിബ്രൽട്ടർ. പില്ലേഴ്സ് ഓഫ് ഹെർക്കുലിസ്, സ്ട്രെയ്റ്റ്സ് ഓഫ് ഗിബ്രൽട്ടർ. സിറ്റി ഓഫ് അറേബ്യൻ നൈറ്റ്സ്, ബാഗ്ദാഡ്. ട്വിൻ സിറ്റി, ബ്യൂഡാപെസ്റ്റ്. ദ ഇമ്പീരിയൽ സിറ്റി, റോം. ഗോൾഡൻ സിറ്റി, ജോഹാൻസ്ബർഗ്. ദ ഐ ഓഫ് ഗ്രീസ്, ഏതൻസ്. ദ മോഡേൺ ബാബിലോൺ, ലണ്ടൻ. വാലി ഓഫ് കിങ്സ്, ദീബിസ്. വാലി ഓഫ് കിങ്സ്, ദീബിസ്. റിച്ച് കോസ്റ്റ്, കോസ്റ്റാറിക്ക. റിച്ച് കോസ്റ്റ്, കോസ്റ്റാറിക്ക. അപ്പോൾ ടേബിൾ 2.11 ജോഗ്രഫിക്കൽ എപ്പിതറ്റ്സ് നമ്മൾ പറഞ്ഞത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് നമ്മൾ പറഞ്ഞതിൽ, ദയവേത് ക്ഷമിക്കാം. പ്രത്യേകം എടുത്ത് പറയാണ്, ദയവേതൊന്ന് മനസ്സിലാക്കുക. നമുക്ക് പുതിയ ടോപ്പിക്ക് നോക്കാം. പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് മേജർ നാച്ചുറൽ റിസോഴ്സസ് നോക്കാം. മേജർ നാച്ചുറൽ റിസോഴ്സസ്. Natural resources are classified as biotic and abiotic resources. Biotic or renewable resources consist of living things such as forests and their products, agricultural crops, animals, fodder, and wild and domestic animals. Abiotic resources consist of non-living things like minerals and fuel, which are mostly non-renewable. These resources can be further classified as follows: agricultural crops, A. Food crops, wheat, rice, barley, rye, oats, and maize. B. Fiber crops, cotton, wool, silk, flax, and jute. C. Cash crops, sugarcane, tobacco, vegetable oil, spices, rubber, tea, coffee, and cocoa. Minerals, A. Metallic, iron, ore, copper, aluminum, tin, lead, gold, and silver. B. Non-metallic, coal, mica, manganese, petroleum, and sulfur. C. Radioactive, uranium, and thorium. മേജർ നാച്ചുറൽ റിസോഴ്സസ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ടേബിൾ നോക്കാം. മേജർ ക്രോപ്സ് ടേബിൾ 2.12 മേജർ ക്രോപ്സ്. ടേബിൾ 2.12 മേജർ ക്രോപ്സ്. Table 2.12 major crops. Table 2.12 major crops. Crop, type of soil, type of climate, climatic conditions, temperature range, rainfall, main producing countries. Wheat, clayey loam. A clayey loam, cool with a fair amount of moisture in the beginning, warm dry climate nearing harvest time. 16 degrees Celsius, 27 degrees Celsius. 50-75 cm. 1 Russia, 2 USA, Canada, Australia, Turkey, Italy, Pakistan, Germany, and Argentina. 1 Russia, 2 USA, Canada, Australia, Turkey, Italy, Pakistan, Germany, and Argentina. Wheat, clayey loam, cool with a fair amount of moisture in the beginning, warm dry climate nearing harvest time. 16 degrees Celsius, 27 degrees Celsius. 50-75 cm. 1 Russia, 2 USA, Canada, Australia, Turkey, Italy, Pakistan, Germany, and Argentina. Rice, rich, muddy, and saturated in water.
hot and wet climate around 20 degrees Celsius, 150 200 cm. 1 China, 2 India, Japan, Myanmar, Vietnam, South Korea, Brazil, the Philippines, and the USA. Sugarcane, deep, loamy, well drained, calcareous soil. Deep, loamy, well drained, calcareous soil. Hot, long rainy season, 21 degrees Celsius, 27 degrees Celsius, 150 cm. 1 India, 2 Brazil, Cuba, China, Mexico, Pakistan, Colombia, Australia, and South Africa. 1 India, 2 Brazil, Cuba, China, Mexico, Pakistan, Colombia, Australia, and South Africa. Cotton, black soil, warm cotton soil. Warm moderate rainfall during growing season, around 25 degrees Celsius, 110 cm. 1 Russia, 2 USA, China, Turkey, Brazil, Egypt, Mexico, Sudan, Nicaragua, Greece, and Guatemala. Cotton, black soil, warm cotton soil, warm moderate rainfall during growing season, around 25 degrees Celsius, 110 cm. 1 Russia, 2 USA, China, Turkey, Brazil, Egypt, Mexico, Sudan, Nicaragua, Greece, and Guatemala. Table 2.12 major crops in the balance ഭാഗമാണ്. Climatic conditions, crop, type of soil, type of climate, temperature range, rainfall, main producing countries. T, deep, well drained, example hill slopes. Warm and moist, over 21 degrees Celsius, 200-250 cm. 1 India, 2 China, Sri Lanka, Russia, Japan, Kenya, Turkey, Indonesia, Bangladesh, Argentina, and Uganda. 1 India, 2 China, Sri Lanka, Russia, Japan, Kenya, Turkey, Indonesia, Bangladesh, Argentina, and Uganda. Coffee, humus rich in iron, potash, well drained, will slopes, hot and moist, 14 degrees Celsius, 26 degrees Celsius, 175 300 cm. 1 Brazil, 2 Colombia, Ivory Coast, Uganda, Guatemala, Indonesia, El Salvador, and India. 1 Brazil, 2 Colombia, Ivory Coast, Uganda, Guatemala, Indonesia, El Salvador, and India. Table 2.12 major cropസിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക, പ്രത്യേകം പറയാണ്. ഇതോടുകൂടി ടേബിൾ 2.12 മേജർ ക്രോപ്സ് അവസാനിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് പറയുന്നത് അതർ ക്രോപ്സ് ആൻഡ് ദർ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. Other crops and their primary producers. Table 2.13 Other crops and their primary producers. Table 2.13 Other crops and their primary producers. Crops producing countries. Barley, Russia, USA, China, Canada, UK, India. Plough, Tanzania. Cocoa, Brazil, Ghana, Nigeria, Colombia, Ivory Coast. Cocoa, Brazil, Ghana, Nigeria, Colombia, Ivory Coast. Flax, Russia, Belgium. Groundnut, India, China. Jute, Bangladesh, India, China, Taiwan, Japan. Maize, USA, China, Brazil, Argentina. Rubber, Malaysia, Indonesia, Thailand, Sri Lanka. Silk, Japan, China, Korea, India, Turkey. Tobacco, USA, Russia, China, India, Egypt. Tobacco, USA, Russia, China, India, Egypt. Other crops and their primary producers നമ്മൾ പറഞ്ഞത്. Table 2.13 Other crops and their primary producers.
അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ടോപ്പിക്ക് മേജർ ക്രോപ്സ് ടേബിൾ 2.12 മേജർ ക്രോപ്സ് ആണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അല്ലാതെയും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇത് ക്ഷമിക്കണം. നമ്മൾ പറയാൻ മറന്നുപോയതാണ്. ഒരു മിസ്റ്റേക്ക് പറ്റിയെന്ന് നമുക്ക് തോന്നി, അതുകൊണ്ട് എടുത്തു പറഞ്ഞെന്നുള്ളൂ. ദയവേത് ഒന്ന് മനസ്സിലാക്കാം. ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്, ഒരിക്കലും തെറ്റ് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു പോകുന്നത്. കാരണം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാത്രമായിരിക്കില്ലല്ലോ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ തെറ്റുകൾ വരുന്നത്. ഏത് രീതിയിലാണെങ്കിലും മിസ്റ്റേക്കുകൾ വരാം. അപ്പം അതുകൊണ്ട് നമ്മൾ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യത്തോടെ അങ്ങ് പറഞ്ഞെന്നുള്ളൂ. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ചില ഭാഗങ്ങൾ നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നില്ല. അതുകൊണ്ടാണ് ഒരിക്കൽ പറഞ്ഞ കാര്യം അതിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറിയതിന് ശേഷവും നമുക്ക് വീണ്ടും പറയേണ്ടി വരുന്നത്. നിങ്ങളതൊന്ന് ദയവായിട്ട് മനസ്സിൽ വയ്ക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ CCT ആകുമ്പോൾ നമ്മൾ എന്ത് കാര്യമായാലും അത് കറക്റ്റായിട്ട് പറഞ്ഞു പോകേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ശരിയാവില്ല. പ്രത്യേകിച്ച് ഒരു ചെറിയ തെറ്റ് പോലും നമ്മുടെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ലെന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് ഞാൻ കുറേ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത്. എല്ലാം നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ പറയാം, നമ്മളീ പറഞ്ഞു പോകുന്ന കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് പറയാനുള്ളത് ഇമ്പോർട്ടൻറ്റ് മിനറൽസ് ആൻഡ് പ്രിൻസിപ്പൽ പ്രൊഡ്യൂസിങ് കൺട്രീസ്. അതിന് മുന്നേ നമ്മൾ പറഞ്ഞ അതർ ക്രോപ്സ് ആൻഡ് ദെയർ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ടേബിൾ 2.13 അതർ ക്രോപ്സ് ആൻഡ് ദെയർ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഇമ്പോർട്ടൻറ്റ് മിനറൽസ് ആൻഡ് പ്രിൻസിപ്പൽ പ്രൊഡ്യൂസിങ് കൺട്രീസ്. ഇമ്പോർട്ടൻറ്റ് മിനറൽസ് ആൻഡ് പ്രിൻസിപ്പൽ പ്രൊഡ്യൂസിങ് കൺട്രീസ് ടേബിൾ 2.14 ഇമ്പോർട്ടൻറ്റ് മിനറൽസ് ആൻഡ് പ്രിൻസിപ്പൽ പ്രൊഡ്യൂസിങ് കൺട്രീസ്. മിനറൽ കൺട്രീസ്: അലുമിനിയം, ജമൈക്ക, സുറിനാം, ഫ്രാൻസ്, ഗാന, USA, റഷ്യ, കാനഡ, ജർമ്മനി, നോർവേ, ഹംഗറി, ഇന്ത്യ, ഗ്രീൻലാൻഡ്. ആസ്ബസ്റ്റോസ്, കാനഡ, സിംബാബ്വെ, സൗത്ത് ആഫ്രിക്ക. ക്രോമിയം, ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, ക്യൂബ. കോൾ, USA, റഷ്യ, ചൈന, ജർമ്മനി, UK, ഫ്രാൻസ്, പോളണ്ട്, ബെൽജിയം, ഓസ്ട്രേലിയ, ഇന്ത്യ. കോപ്പർ, USA, റഷ്യ, ചൈന, ജർമ്മനി, സാംബിയ, സെയിർ, കാനഡ, സ്പെയിൻ, മെക്സിക്കോ, ജപ്പാൻ, ഓസ്ട്രേലിയ, ഇന്ത്യ. കോപ്പർ, USA, റഷ്യ, ചൈന, ജർമ്മനി, സാംബിയ, സെയിർ, കാനഡ, സ്പെയിൻ, മെക്സിക്കോ, ജപ്പാൻ, ഓസ്ട്രേലിയ, ഇന്ത്യ. ബാലൻസ് ഭാഗമാണ് ടേബിൾ 2.14 ഇമ്പോർട്ടൻറ്റ് മിനറൽസ് ആൻഡ് പ്രിൻസിപ്പൽ പ്രൊഡ്യൂസിങ് കൺട്രീസിൻ്റെ ബാലൻസ് ഭാഗം. മിനറൽ കൺട്രീസ്: ഗോൾഡ്, സൗത്ത് ആഫ്രിക്ക, USA, ഓസ്ട്രേലിയ, കാനഡ. ഗ്രാഫൈറ്റ്, ശ്രീലങ്ക. അയൺ ഓർ, റഷ്യ, USA, ഓസ്ട്രേലിയ, കാനഡ, സ്വീഡൻ, ഫ്രാൻസ്, സ്പെയിൻ, ഇന്ത്യ, ചൈന, ബ്രസീൽ. ലെഡ്, USA, റഷ്യ, സ്പെയിൻ, ജർമ്മനി, ബെൽജിയം. ലിഗ്നൈറ്റ്, ജർമ്മനി, റഷ്യ. മെഗ്നീഷ്യം, ഇന്ത്യ, റഷ്യ, മെക്സിക്കോ, ഐവറി കോസ്റ്റ്. മെർക്കുറി, ഇറ്റലി, സ്പെയിൻ, USA. മൈക്ക, ഇന്ത്യ. നിക്കൽ, കാനഡ. പെട്രോളിയം, സൗദി അറേബ്യ, കുവൈറ്റ്, ഇറാൻ, ഇറാഖ്, ഖത്തർ, UAE, ലിബിയ, അൾജീരിയ, നൈജർ, ഈജിപ്ത്, USA, റഷ്യ, ഇന്തോനേഷ്യ. പ്ലാറ്റിനം, റഷ്യ, കൊളംബിയ. സിൽവർ, കാനഡ, റഷ്യ, മെക്സിക്കോ, USA, ഓസ്ട്രേലിയ. ടിൻ, മലേഷ്യ, ബൊളീവിയ. യുറേനിയം, സെയ്റി, സൗത്ത് ആഫ്രിക്ക, USA, കാനഡ, ജർമ്മനി, കെസക്, സ്ലോവേക്യ, റഷ്യ. യുറേനിയം, സെയ്റി, സൗത്ത് ആഫ്രിക്ക, USA, കാനഡ, ജർമ്മനി, ചെക്ക്, സ്ലോവാക്യ, റഷ്യ. യുറേനിയം, സെയ്റി, സൗത്ത് ആഫ്രിക്ക, USA, കാനഡ, ജർമ്മനി, ചെക്ക്, സ്ലോവാക്യ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇമ്പോർട്ടൻറ്റ് മിനറൽസ് ആൻഡ് പ്രിൻസിപ്പൽ പ്രൊഡ്യൂസിങ് കൺട്രീസിൽ ടേബിൾ 2.14 ഇമ്പോർട്ടൻറ്റ് മിനറൽസ് ആൻഡ് പ്രിൻസിപ്പൽ പ്രൊഡ്യൂസിങ് കൺട്രീസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം എന്നുള്ളത് പ്രത്യേകം പറയാണ്. പിന്നെ നമ്മുടെ മൈക്ക് ഓഫായി പോയിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. സൗണ്ടില്ലെങ്കിൽ ദയവേത് ക്ഷമിക്കുക.
അതുപോലെ തന്നെ സൗണ്ടിലേക്ക് നമ്മൾ അടുത്ത വീഡിയോയിൽ ഈ ടോപ്പിക് തന്നെ ടേബിൾ 2.14 ഇമ്പോർട്ടൻറ്റ് മിനറൽസ് ആൻഡ് പ്രിൻസിപ്പൽ പ്രൊഡ്യൂസിങ് കൺട്രീസ് നമുക്ക് വീണ്ടും ക്ലാസ് എടുക്കേണ്ടി വരും. നമുക്ക് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ലാസ്റ്റ് ഭാഗത്താണ് കുറച്ച് സൗണ്ട് ഇല്ലെങ്കിൽ പോലും നമ്മൾ എന്തായാലും ഈ ടേബിൾ എടുക്കും എന്തെങ്കിലും അടുത്ത വീഡിയോയിൽ. അല്ലെങ്കിൽ നമ്മൾ അടുത്ത ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്ക് പറയാം. കൺട്രീസ് റിച്ച് ഇൻ മിനറൽസ്. Town, country, type of industry, regional grouping of countries of the world, South Asia, Southeast Asia, West Asia, Middle East. ഈ ടോപ്പിക്സിലൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ജോഗ്രഫിയിൽ വേൾഡ് ജോഗ്രഫിയിലെ ടോപ്പിക്സാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കണം. അതുപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്കിനെ കുറിച്ച് നമ്മളെ സ്പോട്ടിലൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ക്ഷമ ചോദിക്കാണ്. കാര്യമായിട്ടുള്ള തെറ്റുകൾ വന്നിട്ടുണ്ട് ചില ഭാഗത്തൊക്കെ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യത്തോടുകൂടി നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ദയവേത് ക്ഷമിക്കുക, ദയവേത് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്യാൻ നോക്കണം, ഒരിക്കലും മറക്കരുത്. നേരിട്ട് പറയാൻ ടൈമില്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതൊക്കെ ഒന്ന് ദയവായിട്ട് മനസ്സിലോർക്കണം. പിന്നെ നമ്മൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദ പേഴ്സൺ സീസ് ഇറ്റ് മാനുവൽ 2023 ഓൾഡ് വീഡിയോസ്, ദ പേഴ്സൺ സീസ് ഇറ്റ് മാനുവൽ 2024, ദ പേഴ്സൺ സീസ് ഇറ്റ് മാനുവൽ 2025 എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ദയവേത് വാച്ച് ചെയ്യുക. ദ പേഴ്സൺ സീസ് ഇറ്റ് മാനുവൽ 2023 ഓൾഡ് വീഡിയോസ് എന്നുള്ളത് സ്പീഡ് കൂടുതലാണ് നമ്മൾ വീഡിയോ ചെയ്തേക്കുന്നതൊക്കെ. എന്നാലും നിങ്ങൾക്കത് പോസ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്കത് റീഡ് ചെയ്യുക, റൈറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലത്തെ രീതിയിലാണ് നമ്മളതൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. കാരണം ബുക്ക് ഫസ്റ്റ് ഭാഗമൊക്കെ ടോട്ടലി നമ്മൾ വീഡിയോ എടുത്തേക്കണം. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ചെയ്യുന്ന വീഡിയോൻ്റെ അത്രയും പെർഫെക്റ്റ് ഇല്ല. എന്നാലും നമുക്ക് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. അപ്പോൾ ദയവേതിട്ട് വീഡിയോസൊക്കെ നിങ്ങൾ ദയവേത് വാച്ച് ചെയ്യുക. വളരെ നല്ല വീഡിയോസ് തന്നെ നമുക്ക് പറയാം എന്ത് തന്നെയാലും. നമുക്ക് ക്യാമറ കൈകാര്യം ചെയ്ത് പരിചയമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളായിരുന്നു ദ പേഴ്സൺ സീസ് ഇറ്റ് മാനുവൽ 2023 വന്നേക്കുന്നത്. നമ്മുടെ ക്യാമറ മൂവ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അതാണ് ആ വീഡിയോയിൽ നമുക്ക് പറ്റിയ തെറ്റ്. അത് കാരണം വീണ്ടും നമുക്കത് ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ട അവസ്ഥയായി. പിന്നെ സ്പീഡും കൂടുതലാണ് ക്ലാസ്സിനൊക്കെ. ഡ്രോബാക്സ് ഉണ്ട് എന്ത് തന്നെയാലും വീഡിയോനൊക്കെ. അതൊക്കെ ദയവേത് ക്ഷമിക്കണം എന്ന് പറയാനാവുള്ളൂ. എന്നാലും നമുക്കത് CSCT എന്നുള്ള രീതിയിൽ നമുക്കെന്നാലും പഠിക്കാനായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താം. അതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രിയാണ് എടുത്തേക്കണം എന്നുള്ള പ്രത്യേകത ഉണ്ട്. അപ്പോൾ CCTV വേണ്ടി നല്ല രീതിയിൽ തന്നെ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കുന്നു ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാമൊക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ ഫാന്റാസ്റ്റിക് ഡേ ആൻഡ് ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.